ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ആർക്കെനെക്സ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ സെഷനിൽ ചെയ്യുന്നത് കറണ്ട് ഇലക്ട്രിസിറ്റിയും ഇലക്ട്രോസ്റ്റാറ്റിക്സും ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ഇൻ XY കോർഡിനേറ്റ് സിസ്റ്റം, ഇഫ് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഈസ് ഗിവൺ ബൈ V is equal to alpha XY. ഇവിടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എക്സിന്റെയും വൈയുടെയും ഒരു ഫംഗ്ഷൻ ആണ്. എക്സും വൈയും ഇൻക്ലൂഡ് ആണ് അല്ലേ. വേർ ആൽഫ ഈസ് എ കോൺസ്റ്റന്റ്. ഇഫ് R is the distance of point P from the origin. അപ്പോൾ ഡിസ്റ്റൻസ് ഇവിടെ R എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരിട്ട് പൊസിഷൻ വെക്ടർ എഴുതാം അല്ലേ. പൊസിഷൻ വെക്ടർ നമ്മൾ എങ്ങനെ എഴുതാം? R is equal to XI plus YJ. Z കമ്പോണന്റ് ഉണ്ടെങ്കിൽ ZK എന്ന് കൂടി നമ്മൾ എഴുതും, ശരിയല്ലേ? ഇനി ഇവർ പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. എന്താ ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ? എന്താ? ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു -dV/dr നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, ഇവിടെ എക്സും വൈയും ഇൻക്ലൂഡഡ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പാർഷ്യൽ ഡിഫറൻസിയേഷൻ ആണ്. പാർഷ്യൽ ഡിഫറൻസിയേഷൻ അതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ പറയാം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് നമ്മളിപ്പോൾ ഇങ്ങനെ എഴുതുക: -I del/del x of V പ്ലസ് J del/del y of V. കെ ഞാൻ എഴുതുന്നില്ല, കാരണം ഇവിടെ എക്സും വൈയും മാത്രമേ ക്വസ്റ്റനിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ I del/del x പ്ലസ് J del/del y. ഇത് നമ്മൾ പാർഷ്യൽ ഡിഫറൻസിയേഷൻ എന്നാണ് പറയുക കേട്ടോ. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. ഇവിടെ ആദ്യം തന്നെ del/del x കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ഈ പൊട്ടൻഷ്യൽ ഫംഗ്ഷനെ നമ്മൾ എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യും. എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വൈ കോൺസ്റ്റന്റ് ആക്കി നിർത്തണം. ഓക്കെ, അപ്പോൾ ആദ്യം ഇവിടെ ആൽഫ ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഞാൻ ആ കോൺസ്റ്റന്റ് അങ്ങനെ തന്നെ എഴുതുക കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ഫംഗ്ഷൻ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാം കേട്ടോ, വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ എങ്ങനെ എഴുതുക? ആദ്യം ആൽഫ കോൺസ്റ്റന്റ് ആയത് അങ്ങനെ തന്നെ എഴുതി. ഇനി നമ്മൾ എക്സ് കൊണ്ടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, അപ്പോൾ വൈയെ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി നിർത്തണം. സോ വൈ അങ്ങനെ തന്നെ നിൽക്കട്ടെ കേട്ടോ, വൈ അങ്ങനെ തന്നെ നിൽക്കട്ടെ. പിന്നെയുള്ള ആരാ? പിന്നെയുള്ളത് ഇവിടെ എക്സ് ആണ്. എക്സിനെ എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1 ആയിരിക്കും കിട്ടുക അല്ലേ. അപ്പോൾ 1 കിട്ടും. അപ്പോൾ ആൽഫ വൈ എന്ന് കിട്ടും. ഇത് del/del x ആണ്. ഇനി ഇതുപോലെ del/del y കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് ഇതേ ഫംഗ്ഷനെ y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ എന്താ കിട്ടുക? y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എക്സ് കോൺസ്റ്റന്റ് ആക്കി നിർത്തണം. അപ്പോൾ ആൽഫയും കോൺസ്റ്റന്റ് ആണ്, എക്സും കോൺസ്റ്റന്റ് ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ ആൽഫ കോൺസ്റ്റന്റ് ആണ്, എക്സ് കോൺസ്റ്റന്റ് ആണ്. പിന്നെ ആരാ ഉള്ളത്? വൈ. വൈയെ നമ്മൾ വൈ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1 കിട്ടും. അപ്പോൾ ആൽഫ എക്സ് ഇൻറ്റു 1 കിട്ടും, അല്ലെങ്കിൽ ആൽഫ എക്സ് എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ അത് എഴുതാം കേട്ടോ. -I ആൽഫ വൈ പ്ലസ് ജെ ആൽഫ എക്സ് എന്ന് കിട്ടും. ഒന്നുമില്ല, ഇവിടെ ഞാൻ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താ കേട്ടോ. del/del x പകരം ആൽഫ വൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. del/del y പകരം ആൽഫ എക്സ് എന്ന് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ ഫൈനലി ഇതിൻ്റെ മോഡുലസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാവേ. മോഡുലസ് ഈസ് ഈക്വൽ ടു, മോഡുലസ് എടുക്കുമ്പോൾ എങ്ങനെ എടുക്കുക? ഒരു വെക്ടറിന്റെ മോഡുലസ് എടുക്കുന്നത് എങ്ങനെയാ? ഐയുടെ കമ്പോണന്റിന്റെ സ്ക്വയർ പ്ലസ് ജെയുടെ കമ്പോണന്റിന്റെ സ്ക്വയർ, അത് റൂട്ടിലിടുക. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഐയുടെ കമ്പോണന്റ് ഇവിടെ ആൽഫ വൈ ആണ് അല്ലെ. ഐയുടെ കൂടെ നിൽക്കുന്ന ആളെയാണ് നമ്മൾ കമ്പോണന്റ് എന്ന് പറയുക. അപ്പോൾ ഈ ആൽഫ വൈ ആണ് ഐ കമ്പോണന്റ്, ആൽഫ എക്സ് ആണ് ജെ കമ്പോണന്റ്. അവരെ രണ്ടുപേരെയും സ്ക്വയർ ചെയ്യുക. അപ്പോൾ ആൽഫ സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് ആൽഫ സ്ക്വയർ എക്സ് സ്ക്വയർ. ഇങ്ങനെയാണ് നമ്മൾ എന്തെടുക്കുക? മോഡുലസ് ഓഫ് എ വെക്ടർ എടുക്കുക. നമ്മൾ ക്ലാസ് 11 പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ മോഡുലസ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെക്ടർ എടുത്തു കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ ആൽഫ സ്ക്വയർ കോമൺ ആണ്. ഈ കാണുന്ന ആൽഫ സ്ക്വയർ ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ആൽഫ സ്ക്വയർ നമുക്ക് കോമൺ ആയി പുറത്തേക്ക് എടുക്കാം. റൂട്ടിന് വെളിയിൽ വരുമ്പോൾ ആൽഫ സ്ക്വയർ എന്തായിട്ട് മാറും? ആൽഫ ആയിട്ട് മാറും. ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആവും. ഇപ്പം എനിക്ക് കിട്ടിയിരിക്കുന്നത് എങ്ങനെയാണ് കേട്ടോ. മോഡുലസ് ഓഫ് ഇ എന്ന് പറയുന്നത് ആൽഫ ഇൻറ്റു വാട്ട്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇനി നമുക്ക് ഒറിജിനൽ പൊസിഷൻ വെക്ടറിലേക്ക് പോവാം. ഈ കാണുന്നതാണ് പൊസിഷൻ വെക്ടർ, xi പ്ലസ് വൈ ജെ. ആ പാർട്ടിക്കിൾ നിൽക്കുന്ന അല്ലെങ്കിൽ ആ പോയിന്റിന്റെ പൊസിഷൻ വെക്ടറാണ് ഈ കാണുന്നത്. പൊസിഷൻ വെക്ടറിനെ നമുക്ക് ഒന്നുകൂടി ഞാൻ ഇവിടെ എഴുതാം കേട്ടോ. R is equal to ആൽഫ xi പ്ലസ് xi പ്ലസ് വൈ ജെ. പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് xi പ്ലസ് വൈ ജെ ആണ്. xi പ്ലസ് വൈ ജെ. അതിൻ്റെ മോഡുലസ് എടുത്താലോ? അതിൻ്റെ മോഡുലസ് എടുത്താൽ ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കമ്പോണൻസിൻ്റെ സ്ക്വയർ. ഇവിടെ എക്സിൻ്റെ സ്ക്വയർ, ഇവിടെ വൈയുടെ സ്ക്വയർ. എക്സ് കമ്പോണൻറ്റ് എക്സും വൈ കമ്പോണൻറ്റ് വൈയും ആണല്ലോ. സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് വരും. കണ്ടോ? അപ്പോൾ അത് തന്നെയാണ് ഈ കാണുന്ന റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ തന്നെ ഈ കാണുന്നത് അല്ലേ.
അപ്പോൾ നേരിട്ട് നമുക്ക് ഇതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാടില്ലേ? ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു മോഡുലസ് ഓഫ് ആർ വെക്റ്റർ. നമുക്ക് ഈ ക്വസ്റ്റിലേക്ക് നോക്കാം കേട്ടോ. അവർ പറയുന്നത് എന്താണെന്നറിയോ? ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ മോഡുലസ് എന്ന് പറയുന്നത്, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈസ് പ്രൊപ്പോർഷണൽ ടു ആർ ആണോ, ആർ റൈസ് ടു -1 ആണോ, ആർ റൈസ് ടു -2 ആണോ, ആർ റൈസ് ടു 2 ആണോ? അപ്പോൾ ഇവിടെ ഇത് ആർ റൈസ് ടു 1 ആണ്. കണ്ടോ, മോഡുലസ് ഓഫ് ആർ എന്ന് പറയുന്നത് നമ്മൾ സിംപ്ലി ആർ എന്ന് വിളിക്കും, മോഡുലസ് ഓഫ് ആർ. അപ്പോൾ ഫൈനലി നമുക്ക് എന്താ കിട്ടുക? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റൻ ആണ് കേട്ടോ, അഡ്വാൻസ്ഡ് ക്വസ്റ്റൻ ആണേ. അടുത്ത ദിവസം നോക്കാം നമുക്ക്. 3 concentric metallic spherical shells of radii R2, R3R are given charges Q1, Q2, Q3 respectively. It is found that the surface charge densities on the outer surfaces of the shells are equal. അപ്പോൾ സർഫസ് ചാർജ് ഡെൻസിറ്റീസ് ഈക്വൽ എന്നാ പറയുന്നത് അല്ലേ? സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ചാർജ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ കേട്ടോ. ടോട്ടൽ ചാർജിനെ ടോട്ടൽ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് സർഫസ് ചാർജ് ഡെൻസിറ്റി. ദെൻ ദ റേഷ്യോ ഓഫ് ചാർജസ്, യെസ്, റേഷ്യോ ഓഫ് ചാർജസ് ആ വേണ്ടേ. ഇവിടെ ഞാൻ ഈ ഫിഗർ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇവിടെ ഫിഗറിൽ നമുക്കിവിടെ 3 കോൺസെൻട്രിക് ഷെൽസ് തന്നിരിക്കുന്നു. കോൺസെൻട്രിക് എന്ന് പറഞ്ഞാൽ 3 പേർക്ക് ഒരേ സെന്റർ ആണ് കേട്ടോ. ചാർജസ് ഞാൻ ഇവിടെ എഴുതാം. ഒന്നാമത്തെ ആളുടെ ചാർജ് Q1, രണ്ടാമത്തെ ആളുടെ ചാർജ് Q2, മൂന്നാമത്തെ ആളുടെ ചാർജ് Q3. ഇനി ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ എന്നൊരു കോൺസെപ്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഈ സ്ഫിയറിന് ഒരു ചാർജ് Q1 ഉണ്ടെങ്കിൽ അതിന്റെ നിയർ ബൈ സർഫസിൽ ഓട്ടോമാറ്റിക്കായി നെഗറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യും. നമ്മളത് പഠിക്കുന്നുണ്ട് ഓൾറെഡി. ഇവിടെ ഇതുപോലെ 2 കണ്ടക്ടേഴ്സ് വെച്ചാൽ ഇതിന് 3+ ചാർജസ് ഉണ്ടെങ്കിൽ തൊട്ടടുത്ത സർഫസിൽ 3- ചാർജസ് ക്രിയേറ്റഡ് ആവും അല്ലേ? നമ്മളത് പഠിച്ചിട്ടുണ്ടല്ലോ ഓൾറെഡി. ഇതുപോലെ 3+ ചാർജ് ഉണ്ടെന്ന് വെക്കുക. ഇതിനടുത്തോട്ട് വേറൊരു കണ്ടക്ടർ കൊണ്ടുവന്നാൽ നിയർ സർഫസിൽ 3 നെഗറ്റീവും ഫാർ സർഫസിൽ 3 പോസിറ്റീവും ക്രിയേറ്റഡ് ആവും. ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ എന്നാണ് അതിന് പറയുക. അപ്പോൾ ഇവിടെ ഈ കാണുന്ന 3 Q1, ഈ കാണുന്ന Q1 എന്ത് ചെയ്യും? ഈ വരുന്ന Q1 തൊട്ടടുത്ത സർഫസിൽ, ഇതിന്റെ ഇന്നർ സർഫസിൽ, ഇതിന്റെ അകത്തെ സർഫസിൽ ഒരു -Q1 ഇൻഡ്യൂസ് ചെയ്യും, ഒരു -Q1 ക്രിയേറ്റ് ചെയ്യും. ആ -Q1 പോലെ തന്നെ തൊട്ടടുത്ത സർഫസിൽ, അതിന്റെ ഔട്ടർ സർഫസിൽ എത്ര വരും? അപ്പോൾ ഒരു +Q1 ക്രിയേറ്റഡ് ആവും. കണ്ടോ? അതായത് എന്നാലേ ഈ -Q1 +Q1 കൂടെ ചേർന്ന് ടോട്ടൽ ചാർജ് 0 വരുള്ളൂ അല്ലേ? അപ്പൊ നിയർ സർഫസിൽ -Q1 വന്നു, ഫാർദർ ദൂരെയുള്ള സർഫസിൽ +Q1 വന്നു. ഇപ്പൊ ഇതിന്റെ ഔട്ടർ സർഫസിൽ ചാർജ് എത്രയാ? Q1 + Q2 ആണ് അല്ലേ? ഇനി അതെന്ത് ചെയ്യും? അത് ഇതിന്റെ നിയർ സർഫസിൽ നെഗറ്റീവ് ചാർജ് ക്രിയേറ്റ് ചെയ്യും. -Q1 -Q2. ഈ നിൽക്കുന്ന Q1ന്റെ -Q1, ഈ നിൽക്കുന്ന Q2വിന്റെ -Q2. ഇനി അതിന്റെ അപ്പുറത്തെ സർഫസിലോ, ഈ സർഫസിലോ ഇതിന്റെ ഓപ്പോസിറ്റ്, -Q1ന്റെ ഓപ്പോസിറ്റ് +Q1, -Q2വിന്റെ ഓപ്പോസിറ്റ് +Q2, +Q3. ഇപ്പൊ നമുക്ക് സർഫസുകളിലെ ചാർജസ് കിട്ടി. ഇന്നർമോസ്റ്റ് ഷെല്ലിന്റെ ചാർജ് Q1, രണ്ടാമത്തെ ഷെല്ലിന്റെ ചാർജ് Q1 + Q2, മൂന്നാമത്തെ ഷെല്ലിന്റെ ചാർജ് Q1 + Q2 + Q3. ഓക്കെ, ഇനി ഇവർ പറയുന്നത് സർഫസ് ചാർജ് ഡെൻസിറ്റീസ് ഈക്വൽ ആണ് അല്ലേ? നമുക്ക് ആ ഒരു ഐഡിയ പറയാം കേട്ടോ. ഇയാളുടെ സർഫസ് ചാർജ് ഡെൻസിറ്റിയും ഇയാളുടെ സർഫസ് ചാർജ് ഡെൻസിറ്റിയും നമുക്ക് ഈക്വൽ ആണെന്ന് പറയാം. ഓക്കെ, ഒന്നാമത്തേത് Q1 ബൈ അതിന്റെ ഏരിയ 4πr² ആണ്. കണ്ടോ? അപ്പോൾ ഇന്നർമോസ്റ്റ് സ്ഫിയറിന്റെ ചാർജ് Q1, അതിന്റെ ഏരിയ 4πr², റേഡിയസ് 6 ആണ്. സ്ഫിയറിന്റെ റേഡിയസ് 6 ആണല്ലോ. ഈക്വൽ ടു ഇതിന്റെ ആണെങ്കിലോ അതിന്റെ Q1 + Q2, Q1 + Q2 ഡിവൈഡഡ് ബൈ 4π ഇൻറ്റു അതിന്റെ റേഡിയസ് 2r ആണ്, 2r². ഇതിൽ നോക്കിയാൽ ഇതിന്റെ റേഡിയസ് 2r ആണല്ലോ അല്ലേ? ഇപ്പൊ ഇവിടെ 4π കട്ട് ചെയ്യാം, നമുക്ക് 6ഉം കട്ട് ചെയ്യാം, രണ്ട് സൈഡിലും r² കട്ട് ചെയ്യാം. ബാക്കി എന്താ കിട്ടുക? Q1 = Q1 + Q2 ബൈ ഈ കാണുന്ന 2ന്റെ സ്ക്വയർ. 2ന്റെ സ്ക്വയർ എത്ര വരും? 4 വരും അല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലോ 4Q1 = Q1 + Q2 എന്ന് കിട്ടും. അതിൽ നിന്ന് ഈ കാണുന്ന Q1നെ മറ്റേ സൈഡിൽ കൊണ്ടുപോയാൽ 4Q1 - Q1, Q2വിന്റെ വാല്യൂ 3Q1 എന്ന് കിട്ടി. എനിക്ക് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി കേട്ടോ. Q2 = 3Q1 എന്ന് കിട്ടി. നമുക്കിത് കിട്ടിയത് എങ്ങനെയാ? ഈ സ്ഫിയറിന്റെ കേസും ഈ സ്ഫിയറിന്റെ കേസും കൂടി ഇക്വേറ്റ് ചെയ്തതാ കേട്ടോ. ഇനി നമുക്ക് ഈ സ്ഫിയറിന്റെ കേസും ഇതും കൂടി ഇക്വേറ്റ് ചെയ്ത് നോക്കാം, ഔട്ടർ മോസ്റ്റ് ഷെല്ല്. അപ്പൊ ഇതിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി എഴുതാമല്ലോ. എത്രയാ? Q1 / 4πr².
ഇനി ഏറ്റവും പുറത്തെ ഷെല്ലിൻ്റെയോ Q1 plus Q2 plus Q3 divided by 4 pi into 3r the whole square. സിംപ്ലിഫൈ ചെയ്യാം. 4 pi നേരത്തെ പറഞ്ഞ പോലെ കട്ടാവും. ആർ സ്ക്വയർ രണ്ടിടത്തും കട്ടാവും. പിന്നെന്താ കിട്ടുക? Q1 is equal to Q1 plus Q2 plus Q3 by 3യുടെ സ്ക്വയർ. താഴെ 3 ഇവിടെയുണ്ട്, അതിൻ്റെ സ്ക്വയർ. 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 9. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 9Q1 is equal to ഈ കാണുന്ന Q1 plus Q2 ഒരുമിച്ച് എഴുതാം. അതിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് 4Q1 ആണ് അല്ലേ? യെസ്. സോ അപ്പോൾ 4Q1 plus Q3 എന്ന് എഴുതി. ഫൈനലി നമുക്ക് 4Q1 ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. 9Q1 minus 4Q1. 9ൽ നിന്ന് 4 കുറച്ച് കഴിഞ്ഞാൽ 5 ആണ് അല്ലേ? 5Q1 is equal to Q3 എന്ന് കിട്ടി. കണ്ടോ? അപ്പോൾ നമുക്ക് 3 പേരെയും കിട്ടി. Q1 is equal to Q1 തന്നെ. Q2 is equal to 3Q1. കണ്ടോ? ഇനി Q3 is equal to എത്രയാ? 5Q1. കണ്ടോ? അപ്പോൾ ഇനി നമുക്ക് എല്ലായിടത്തും റേഷ്യോ എടുക്കുമ്പോഴേ കോമൺ ടേംസ് കട്ട് ചെയ്യാം. Q1 കട്ട് ചെയ്താൽ റേഷ്യോ എത്ര വരും? ഇവിടുന്ന് ബാക്കി 1 ഉണ്ടാവുക, ഇവിടുന്ന് 3 ഉണ്ടാവുക, ഇവിടുന്ന് 5 കിട്ടും. 1:3:5 എന്ന ആൻസർ വരും കേട്ടോ. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. കുറച്ച് ഡിഫിക്കൽട്ട് ആണ് കേട്ടോ, പക്ഷെ ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പമാണ്. ഇവർ പറയുന്നത് സർഫസ് ചാർജ് ഡെൻസിറ്റി ഈക്വൽ ആണെന്നാണ്. ആ ഒറ്റ ഐഡിയ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ, ടോട്ടൽ ചാർജ് ബൈ ടോട്ടൽ ഏരിയ നമ്മൾ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുക. അപ്പോൾ ഇവിടെ പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ അറിഞ്ഞിരിക്കണം. ഇത് Q1 ആണെങ്കിൽ തൊട്ടടുത്ത സർഫസിൽ -Q1, അതിൻ്റെ അടുത്ത സർഫസിൽ +Q1 വരും. അപ്പോൾ ഇത് Q1 plus Q2 ആവും. അതിൻ്റെ അടുത്ത സർഫസിൽ -Q1 -Q2 ആവും. അതിൻ്റെ അടുത്ത സർഫസിൽ അതിൻ്റെ +Q1 plus Q2 plus Q3 എന്ന് വരും. കണ്ടോ? എന്നിട്ട് ഇക്വേഷൻസ് കൊടുത്താൽ മതി. ആദ്യം ഇയാളെയും കൂടി നമ്മൾ കമ്പയർ ചെയ്യും. പിന്നെ ഈ സ്ഫിയറിനെയും കൂടി കമ്പയർ ചെയ്യും. 2 ഇക്വേഷൻസ് ഫോം ചെയ്യും. റേഷ്യോ എടുത്താൽ ആൻസർ ദാ ഇവിടെ 1Q1 ആണിത്, 3Q1 ആണിത്, 5Q1 ആണ്. ഒരാൾ 1, ഒരാൾ 3, ഒരാൾ 5. അപ്പോൾ റേഷ്യോ 1:3:5 ആയിരിക്കും കേട്ടോ. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം നമുക്ക്. ഇത് 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്വിച്ച് എസ് ഇസ് ക്ലോസ്ഡ് ഇൻ ദ സർക്യൂട്ട് ഫിഗർ കറന്റ് പാസ് ത്രൂ ഇറ്റ് ഇസ്. അപ്പോൾ ഇവിടെ സ്വിച്ച് ക്ലോസ് ചെയ്യുക. ഇതിൽ കാണുന്ന സ്വിച്ച് ഈ കാണുന്നതാണ് സ്വിച്ച്. കണ്ടോ? ആ സ്വിച്ച് ക്ലോസ് ചെയ്യുമ്പോൾ ഒരു കറന്റ് പാസ് ചെയ്യുന്നുണ്ട്. ആ കറന്റ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം ഞാൻ പറയാം. ആദ്യം തന്നെ നമുക്ക് ഈ ജംഗ്ഷൻ, ഈ കാണുന്ന ജംഗ്ഷന്റെ പൊട്ടൻഷ്യൽ എക്സ് എന്ന് കൊടുക്കാം. നമുക്കറിയില്ല ആ പൊട്ടൻഷ്യൽ എത്രയാണ്. ഈ ജംഗ്ഷന്റെ പൊട്ടൻഷ്യൽ അറിയാം. ഈ ടെർമിനൽ, ഈ നോഡിന്റെ പൊട്ടൻഷ്യൽ 20 ആണ്. ഇതിന്റെ പൊട്ടൻഷ്യൽ 5 ആണ്. ഇത് ഗ്രൗണ്ട് ആയതുകൊണ്ട് ഈ കാണുന്ന ഗ്രൗണ്ട് ആണ് കേട്ടോ. ഗ്രൗണ്ട് അല്ലെങ്കിൽ എർത്തിന്റെ പൊട്ടൻഷ്യൽ 0 ആണ്. ഈ കാണുന്ന ഗ്രൗണ്ടിനെ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഗ്രൗണ്ട് അല്ലെങ്കിൽ എർത്തിന്റെ പൊട്ടൻഷ്യൽ എപ്പോഴും റെഫറൻസ് ആയി 0 ആയിട്ട് എടുക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ജംഗ്ഷനിൽ, ഈ കാണുന്ന ജംഗ്ഷനിൽ കിർച്ചോഫ്സ് കറന്റ് ലോ അപ്ലൈ ചെയ്യാം. കിർച്ചോഫ്സ് കറന്റ് ലോ നിങ്ങൾക്ക് അറിയാലോ. കിർച്ചോഫ്സ് കറന്റ് ലോ ഞാൻ പറയാം. ഇവിടുന്ന് ഒരു കറന്റ് ഇങ്ങോട്ട് I1 മാർക്ക് ചെയ്യുക, ഇവിടുന്ന് ഒരു കറന്റ് I2 മാർക്ക് ചെയ്യുക, ഇവിടുന്ന് ഒരു കറന്റ് I3 മാർക്ക് ചെയ്യുക കേട്ടോ. കിർച്ചോഫ്സ് കറന്റ് ലോ ഒക്കെ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നോക്കിക്കോളാം, കുറേ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് അതിനകത്ത്. ഇപ്പോൾ I1 ഇങ്ങോട്ട് പോകുന്നു, ഒരു കറന്റ് ഇങ്ങോട്ട് പോകുന്നു, ഒരു കറന്റ് ഇങ്ങോട്ട് പോകുന്നു. കണ്ടോ? എല്ലാ കറൻസും എപ്പോഴും ഔട്ട് ഗോയിങ് ആയി തന്നെ എടുക്കുക ജംഗ്ഷനിൽ കേട്ടോ. ഔട്ട് ഗോയിങ് കറൻസ്. എന്നിട്ട് കിർച്ചോഫ്സ് ജംഗ്ഷൻ ലോ പറയുന്നത് എന്താ? I1 പ്ലസ് I2 പ്ലസ് I3 എന്ന് പറയുന്നത് 0 ആയിരിക്കും അല്ലെ? സിഗ്മ I algebraic sum of currents at any junction should be 0. ഒരു ജംഗ്ഷനിലെ കറന്റുകളുടെ സം എന്ന് പറയുന്നത് 0 ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഈ ജംഗ്ഷനിൽ I1 ഇങ്ങോട്ട് വന്നു, I3 താഴേക്ക്, I2 ഇങ്ങോട്ട് അല്ലെ? നമുക്ക് ഓരോ കറൻസും എഴുതാം കേട്ടോ. അപ്പൊ ഈ കറന്റ് എഴുതാൻ പോവാ ഞാൻ. എങ്ങനെയാ കറന്റ് എഴുതുക? വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബൈ റെസിസ്റ്റൻസ് അല്ലെ? ഓംസ് ലോ പറയുന്നത് അങ്ങനെയല്ലേ? I is equal to V by R. അപ്പൊ ഈ റെസിസ്റ്റൻസ് ആണെങ്കിൽ അതിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാ? ലെഫ്റ്റ് എൻഡിലെ പൊട്ടൻഷ്യൽ 20, റൈറ്റ് എൻഡിലെ പൊട്ടൻഷ്യൽ എക്സ്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? എക്സ് മൈനസ് 20 ഡിവൈഡഡ് ബൈ അവിടെയുള്ള റെസിസ്റ്റൻസ് എത്രയാ? 2. അപ്പൊ ഞാൻ എഴുതിയത് വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് ആണ് കേട്ടോ. ഇനി അതേ ലോജിക്ക് വെച്ചിട്ട് ഇതിന് അക്രോസ് ആയിട്ടുള്ളത് എഴുതിക്കേ. എങ്ങനെ വരും പറഞ്ഞേ? ഈ കാണുന്ന റെസിസ്റ്ററിന്റെ ലെഫ്റ്റ് എൻഡ് എക്സ് ആണ് പൊട്ടൻഷ്യൽ, റൈറ്റ് എൻഡ് 5 ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയായിരിക്കും? എക്സ് മൈനസ് 5 ഡിവൈഡഡ് ബൈ അവിടുത്തെ റെസിസ്റ്റൻസ് എത്ര ഓമാ?
4 ohm ആണ് അല്ലേ. പ്ലസ് മൂന്നാമത്തെ ഇത് താഴേക്ക് പോകുന്ന കറണ്ട് നോക്കൂ, ഒരു പൊട്ടൻഷ്യൽ എക്സ്, അടുത്ത പൊട്ടൻഷ്യൽ 0. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയായിരിക്കും? എക്സ് മൈനസ് 0 ഡിവൈഡഡ് ബൈ അവിടുത്തെ റെസിസ്റ്റൻസ് 2 ohm ആണ് കേട്ടോ, ഈക്വൽ ടു 0. നമുക്ക് LCM എടുക്കാം. LCM ഇവിടെ 4 ആണ് കേട്ടോ, LCM 4 ആണ്. 4 ആവാൻ വേണ്ടി ഇവിടെ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ താഴെ, അപ്പോൾ മുകളിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ശരിയല്ലേ? അപ്പോൾ അത് ഞാൻ എഴുതുക കേട്ടോ, 2 × x - 20 പ്ലസ് ഈ ടേമിൽ ഓൾറെഡി 4 ആണ്, അപ്പോൾ അത് അങ്ങനെ തന്നെ എഴുതിയാൽ മതി കേട്ടോ. x - 5 പ്ലസ് ഇവിടെയും ഇത് 2 ആണ്, അപ്പോൾ ഇൻറ്റു 2 എടുക്കണം, മുകളിലും 2 എടുക്കണം. അപ്പോൾ 2 × x ഈസ് ഈക്വൽ ടു 0. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. അപ്പോൾ എത്ര കിട്ടി? നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. 2 × x 2x, 2 × 20 40 പ്ലസ് എക്സ് മൈനസ് 5 പ്ലസ് 2x ഈസ് ഈക്വൽ ടു 0. ഇതിങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 × 0 0 വരും. എത്ര വന്നു? 2x ഉം x ഉം കൂടെ 3x, 3x ഉം 2x ഉം കൂടി 5x ഈസ് ഈക്വൽ ടു -40 - 5 -45. അത് റൈറ്റിൽ പോകുമ്പോൾ പ്ലസ് 45. ഇവിടെ 5 ഉം 45 കട്ട് ചെയ്താൽ 9 വരും. അപ്പോൾ നമുക്ക് എക്സ് കിട്ടി കേട്ടോ, എക്സ് ഇസ് ഈക്വൽ ടു 9 volts എന്ന് കിട്ടി. ഇനി ക്വസ്റ്റൻ എന്താ? ക്വസ്റ്റൻ കറണ്ട് പാസ്ഡ് ത്രൂ ഇറ്റ്. ഇറ്റ് എന്ന് പറയുന്നത് സ്വിച്ച് ആണ്. വെൻ ദ സ്വിച്ച് ഇസ് ക്ലോസ്ഡ് എന്നാണ് പറയുന്നത്. കറണ്ട് പാസ്ഡ് ത്രൂ ഇറ്റ്. അപ്പോൾ സ്വിച്ചിലൂടെയുള്ള കറണ്ട് ആണ്. സ്വിച്ചിലൂടെയുള്ള കറണ്ട് എന്ന് പറയുന്നത് I3 ആണ് ചോദിക്കുന്നത് അല്ലേ. എവിടെയാണ് I3? സ്വിച്ചിലൂടെയുള്ള കറണ്ട് I3 ആ, കണ്ടോ? I3 എവിടെയാ? അത് ഈ കാണുന്നതാണ് I3. അപ്പോൾ ക്വസ്റ്റനിൽ I3 കണ്ടുപിടിക്കേണ്ടേ. I3 എന്ന് പറഞ്ഞാൽ x/2 ആണ്. അത് നോക്കിക്കേ, ഇവിടെയാണ് I3, ഇവിടെയാണ് x/2. കണ്ടോ? x - 0/2. x/2 എത്ര വരും? x/2 എത്ര വരും? x ഇവിടെ 9/2 എന്ന് വരും. 4.5 amperes എന്ന ആൻസർ വരും കേട്ടോ. 4.5 amperes ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് കേട്ടോ. ഇത് പല വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്, പല എക്സാമിനേഷനൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണേ. അടുത്ത ദിവസം നോക്കാം നമുക്ക്. ഇത് കിർച്ചോഫ് ജംഗ്ഷൻ ലോ ബേസ് ചെയ്തുള്ള ക്വസ്റ്റൻ തന്നെയാണ്. ഇഫ് ദ പൊട്ടൻഷ്യൽ അറ്റ് A is 0, പൊട്ടൻഷ്യൽ അറ്റ് B. എയിലെ പൊട്ടൻഷ്യൽ തന്നിരിക്കുന്നു, ബിയിലെ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ നമുക്ക് പല രീതിയിൽ ചെയ്യാം. പക്ഷേ ഈ കാണുന്ന R ഒരു അൺനോൺ ക്വാണ്ടിറ്റിയാണ്, തന്നിട്ടില്ലല്ലോ. R ഇവിടെ തന്നിട്ടില്ല, R1 തന്നിട്ടില്ല. അപ്പോൾ ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് കിർച്ചോഫ്സ് ലോ ഫോർ പാത്ത്. കിർച്ചോഫ്സ് ലോ ഫോർ പാത്ത് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുക. അതാ ഈ കാണുന്ന പാത്തിൽ കിർച്ചോഫ്സ് ലോ ഉപയോഗിക്കും. കണ്ടോ? കാര്യം നമുക്കിവിടെ ആകെ എയും ബിയും മാത്രം നോക്കിയാൽ മതി. അപ്പോൾ എയും ബിയും ഉൾക്കൊള്ളുന്ന പാത്ത് മാത്രം എടുത്താൽ മതി. കണ്ടോ? ഇനി എന്താ ചെയ്യാൻ പോകുന്ന അറിയോ? ആദ്യം ഫസ്റ്റ് തന്നെ നമുക്കിവിടെ ഈ കറണ്ടിനെ ഒന്ന് ഫോളോ ചെയ്യാം. ഇതിലൂടെ വരുന്ന കറണ്ട് എത്രയാ? 3 ആംപിയർ കറണ്ടാണ്. 3 ആംപിയർ കറണ്ട് ഇങ്ങനെ വന്നു, കണ്ടോ? അതിലവർ പറയുന്ന 1 ആംപിയർ ഇങ്ങോട്ട് പോയി എന്നാ. അപ്പോൾ 3 ആംപിയർ ഇവിടെ വന്ന് 1 ആംപിയർ ഇങ്ങോട്ട് പോയാൽ താഴേക്ക് എത്രയായിരിക്കും? 2 ആംപിയേഴ്സ് ആയിരിക്കും കേട്ടോ. താഴേക്ക് 2 ആംപിയേഴ്സ്. കണ്ടോ? ഇനിയിപ്പോൾ എളുപ്പമായി. ഇപ്പോൾ നമുക്ക് നേരെ ഇക്വേഷൻ എഴുതാം കേട്ടോ. ഞാൻ ആ പാത്ത് ഒന്ന് വരച്ച് കാണിക്കാവേ. ഇതാണ് പാത്ത്, കണ്ടോ? നമുക്ക് ആ പാത്ത് ഒന്ന് വേണേൽ ഒന്നുകൂടെ ഫ്രഷ് ആയിട്ട് വരയ്ക്കാം. ഇവിടെ എയിൽ നിന്ന് വന്നിട്ട് കുറച്ച് സെൽസ് വരച്ചു, നേരെ സിയിലെത്തി, അവിടുന്ന് ഒരു റെസിസ്റ്റർ നേരെ മോളി വന്നു, ഇവിടെ ഒരു സെല്ല് ബിയിലെത്തി. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കറണ്ട് 2 ആംപിയർ ആണ്. ഇത് 2 ohm ആണ്. ഇവിടെ 4 volts ആണ്. ഇത് 2 volts ആണ്. ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് സി. ഓക്കെ, നമ്മൾ എന്താ ചെയ്യുന്നതെന്നറിയോ? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓരോ പോയിന്റിൽ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസുകൾ എഴുതി പോകും ഇക്വേഷനിൽ കേട്ടോ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, തിയറിയിൽ പഠിക്കുന്നുണ്ട്. സെല്ലിന്റെ നെഗറ്റീവ് കണ്ടാൽ പൊട്ടൻഷ്യൽ പോസിറ്റീവായിട്ട് എടുക്കുക, EMF പോസിറ്റീവായിട്ട് എടുക്കുക. സെല്ലിന്റെ പോസിറ്റീവ് ആണ് കാണുന്നതെങ്കിൽ EMF നെഗറ്റീവായിട്ട് എടുക്കുക, നേരെ ഓപ്പോസിറ്റ്. പിന്നെ കറണ്ടിന്റെ ഡയറക്ഷനിൽ നടക്കുകയാണെങ്കിൽ I/R എടുക്കുമ്പോൾ മൈനസ് എടുക്കുക, കറണ്ടിന്റെ ഓപ്പോസിറ്റ് ആണെങ്കിൽ പ്ലസ് എടുക്കുക. ഞാൻ എഴുതുമ്പോൾ മനസ്സിലാവും കേട്ടോ. ആദ്യം തന്നെ നമ്മൾ എ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എയുടെ പൊട്ടൻഷ്യൽ എഴുതാം. പൊട്ടൻഷ്യൽ അറ്റ് എ, അതായത് VA. കണ്ടോ? ഇവിടുന്ന് ഞാൻ ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോവാ കേട്ടോ. ഇങ്ങോട്ട് വന്ന് ഇവിടെ എത്തുക കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ പൊട്ടൻഷ്യൽ അറ്റ് എ എഴുതി, VA. കണ്ടോ? ഞാൻ ഇങ്ങനെ നടന്ന് ഇവിടെ എത്തിയപ്പോൾ സെല്ലിന്റെ നെഗറ്റീവ് കണ്ടു. സെല്ലിന്റെ നെഗറ്റീവ് കണ്ടു കഴിഞ്ഞാൽ EMFനെ നമുക്ക് +2 എന്ന് എഴുതാം. ഓക്കെ, +2. ഞാൻ അവിടുന്ന് മുന്നോട്ട് പോയി, ഇതാ നേരെ മുകളിലേക്ക് കയറിയപ്പോൾ ഇവിടെ റെസിസ്റ്റർ കണ്ടോ? അപ്പോൾ അവിടെ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് എഴുതണം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാ? 2 × 2. ഇവിടെ നോക്കിക്കേ, കറണ്ട് താഴേക്കാണ് വരുന്നേ, നമ്മൾ മുകളിലേക്കാണ് പോയത് അല്ലേ. അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റാണ്.
ഓപ്പോസിറ്റ് ആകുമ്പോൾ പ്ലസ് സൈൻ കൊടുക്കണം കേട്ടോ. വീണ്ടും ഞാൻ മുന്നോട്ട് വന്നു, ഇങ്ങനെ വന്ന് ദാ സെല്ലിൻ്റെ പോസിറ്റീവാണ് കാണുന്നത് അല്ലേ. പോസിറ്റീവ് കാണുമ്പോൾ അത് മൈനസ് ആയിട്ട് എടുക്കണം, -4 കണ്ടോ. ഫൈനലി ഞാൻ ബിയിലേക്ക് എത്തിയില്ലേ, ഡെസ്റ്റിനേഷൻ എത്തിയില്ലേ. അപ്പം ഞാൻ ഈക്വൽ ടു വി ബി എന്ന് എഴുതും കേട്ടോ. കഴിഞ്ഞു, ലാസ്റ്റ് സ്റ്റെപ്പ്. ഇനി നമുക്ക് പൊട്ടൻഷ്യൽ അറ്റ് എ കൊടുക്കാം. അവർ പറയുന്നത് പൊട്ടൻഷ്യൽ അറ്റ് എ ഈസ് 0 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പൊട്ടൻഷ്യൽ അറ്റ് എ നമുക്ക് നേരിട്ട് 0 എന്ന് കൊടുക്കാം. +2 + 4 - 4 is equal to VB. ഇനി ഇത് +4 -4 കട്ട് ചെയ്താൽ VB is equal to 2 volts എന്ന് കിട്ടും കണ്ടോ. അപ്പോൾ 2 volts, ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ കേട്ടോ. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്, പലപ്പോഴായിട്ട് എക്സാമിനേഷനിലേക്ക് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റനിലേക്ക് പോവാം നമുക്ക്. 12 cells each having EMF, same EMF. 12 സെല്ലുകളുണ്ട്, സെയിം EMF ആണ്. ആർ കണക്റ്റഡ് ഇൻ സീരീസ്. 12 സെല്ലുകൾ സെയിം EMF സീരീസിൽ കണക്ട് ചെയ്താൽ ടോട്ടൽ EMF 12 times E ആയിരിക്കും. NE അല്ലേ. 5 സെല്ലാണെങ്കിൽ 5E, 7 സെൽസ് ആണെങ്കിൽ 7E. ഇവിടെ 12 സെൽസ് സെയിം EMF സീരീസിലായതുകൊണ്ട് 12E ആണ്. ആൻഡ് സം ഓഫ് ദ സെൽസ് ഇസ് റോങ്ലി കണക്റ്റഡ്. ഒരു സെല്ല് റോങ്ലി കണക്റ്റഡ് ആയി ഇങ്ങനെ കിടക്കുന്നതിനകത്ത് കണ്ടോ, +- വന്നിട്ട് പെട്ടെന്ന് ഒരെണ്ണം -+ ആയി. റോങ്ലി കണക്റ്റഡ് ആണ്, അതായത് പൊളാരിറ്റി തിരിഞ്ഞുപോയി. +- കണ്ടോ. അങ്ങനെ ഒരെണ്ണം റോങ് ആയിട്ട് കണക്ട് ചെയ്താൽ, രണ്ട് സെല്ല് ക്യാൻസൽ ആവും നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ n സെൽസ് റോങ് ആയിട്ട് കണക്ട് ചെയ്താലോ n × 2e ആയിരിക്കും കേട്ടോ. അതായത് നമ്മളൊരു സീരീസ് കോമ്പിനേഷൻ ഓഫ് സെൽസ് എടുക്കുമ്പോഴേ അതിൽ ടോട്ടൽ EMF എഴുതാം. അതിൽ ഒരെണ്ണം തിരിഞ്ഞു കിടന്നാൽ 2 സെല്ല് ക്യാൻസൽ ആവും. അപ്പോൾ -2e എന്ന് എഴുതണം കണ്ടോ. 12e - 2e. n സെൽസ് തിരിഞ്ഞു കിടന്നാലോ, ഒരു 5 എണ്ണം തിരിഞ്ഞു കിടക്കാന്ന് വയ്ക്കുക. അപ്പോൾ 5 × 2e വരും കണ്ടോ. അപ്പോൾ ദ അറേഞ്ച്മെന്റ് ഇസ് കണക്റ്റഡ് ഇൻ ഓക്കെ, സം സെൽസ് ആർ റോങ്ലി കണക്റ്റഡ്. ഞാൻ വിചാരിക്കുന്നത് n സെൽസ് റോങ്ലി കണക്റ്റഡ് ആണെന്നാണ് കേട്ടോ. ദ അറേഞ്ച്മെന്റ് ഇസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ആൻ അമ്മീറ്റർ ആൻഡ് 2 cells which are in series. 2 സെല്ലൂടെ പിന്നെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് 2e ആണ് കേട്ടോ. കറണ്ട് is 3 amperes when cells and battery aid each other. അപ്പോൾ ആദ്യത്തെ കറണ്ട് ഞാൻ എഴുതാം. അപ്പോൾ കറണ്ട് നമുക്കറിയാം, എങ്ങനെയാണ് കറണ്ട് എഴുതുക. കറണ്ട് ഇസ് ഈക്വൽ ടു V/R എന്ന് എഴുതുന്നത് അല്ലേ, V/R. അപ്പോൾ ആദ്യത്തെ കേസിൽ സെൽസ് ആൻഡ് ബാറ്ററി എയ്ഡ് ഈച്ച് അതർ. അപ്പം ഞാൻ എഴുതാൻ പോകാം കേട്ടോ. അപ്പോഴത്തെ കറണ്ട് 3 amperes ആണ്. 3 is equal to എയ്ഡ് ഈച്ച് അതർ എന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസിനെ 6 എന്ന് വിളിക്കുക. മുകളിൽ എത്ര EMF, ആകെ 12 സെൽസ്, n നമ്പർ റോങ്ലി കണക്റ്റഡ് ആണ്, അപ്പോൾ n × 2e. പിന്നെ 2 സെല്ലൂടെ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട് കണ്ടോ. ഇവിടെ 2 സെല്ലൂടെ പറയുന്നുണ്ട് കണ്ടോ. എന്നിട്ട് അവർ എയ്ഡ് ചെയ്യുന്ന സമയത്തെ കാര്യമാണ് പറയുന്നത്. എയ്ഡ് ചെയ്യുന്ന സമയത്ത് എയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ +2e കൊടുക്കണം, ഒപ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ -2e കൊടുക്കണം കേട്ടോ. ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ കേസിലോ ബാറ്ററി ഒപ്പോസ് ചെയ്യുമ്പോൾ കറണ്ട് 2 amperes ഉള്ളൂ. അപ്പം ഞാൻ രണ്ടാമത്തെ ഇക്വേഷൻ എഴുതുക. 2 is equal to കണ്ടോ. ഒപ്പോസ് ചെയ്താലും എയ്ഡ് ചെയ്താലും റെസിസ്റ്റൻസിന് മാറ്റമൊന്നും വരില്ല കേട്ടോ. ടോട്ടൽ റെസിസ്റ്റൻസ് 6 തന്നെ ആയിരിക്കും. ഓക്കെ, 12 സെല്ലുകൾ ആകെയുണ്ട്. ഇപ്പോൾ 12e. n സെൽസ് റോങ്ലി കണക്റ്റഡ് ആണ്, അപ്പോൾ n × 2e. പിന്നെ ഇവിടെ ഒപ്പോസ് ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത് കണ്ടോ. ഒപ്പോസ് ഈച്ച് അതർ, 2 സെൽസ് ഒപ്പോസ് ചെയ്യുന്നു കണ്ടോ. അപ്പോൾ -2e കൊടുക്കണം. നേരത്തെ +2e കൊടുത്തതിൻ്റെ കാരണം അവിടെ എയ്ഡ് ചെയ്യുമായിരുന്നു അല്ലേ. ഇനി ഇക്വേഷൻസിന് നമുക്കൊന്ന് ഡിവൈഡ് ചെയ്യാം കേട്ടോ. നോർത്ത് വയ്ക്കണേ. അപ്പം 3/2 എന്ന് വരും ലെഫ്റ്റ് സൈഡിൽ. റൈറ്റ് സൈഡിലോ എല്ലായിടത്തും കോമൺ E എടുക്കാൻ പോവാം ഞാൻ. ഇവിടെയുണ്ട് കേട്ടോ. അപ്പോൾ 12 - 2n + 2 12 - 2n + 2 × E എന്ന് വരും കണ്ടോ. ഈ കോമൺ എടുത്താൽ വേറെ ഒന്നുമില്ല. ഡിവൈഡഡ് ബൈ, ഞാൻ ഇവരെ തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതും ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിലുള്ള 6 രണ്ടും കട്ടായി പോകും. അപ്പോൾ ന്യൂമറേറ്ററിലുള്ള മാത്രം എഴുതിയാൽ മതി കേട്ടോ. എന്ത് വരും, 12e - n × 2e -2e. അപ്പോൾ 12 - 2n -2 × E. ഒന്നുമില്ല, ഇതാ ഈ കാണുന്ന ഇക്വേഷൻ ഞാൻ ഈ കോമൺ എടുത്തു, ഈ കാണുന്ന ഇക്വേഷനിലും ഈ കോമൺ പുറത്തേക്ക് എടുത്തു. ഇത്രേ ഉള്ളൂ. കട്ട് ചെയ്യാം കേട്ടോ. കഴിഞ്ഞു, ലാസ്റ്റ് സ്റ്റെപ്പ്. ഈ മീൻ കട്ട് ചെയ്തു, സിംപ്ലിഫൈ ചെയ്യാം കേട്ടോ. ഫൈനലി 3/2 is equal to 12ഉം 2ഉം കൂടെ 14. സോ 14 - 2n ബൈ താഴെ 12ൽ നിന്ന് 2 കുറച്ചാൽ 10 -2n. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിങ്ങനെ 3 × 10 30 -3 × 2 9
14 ഇൻറ്റു 2 28 മൈനസ് 2 ഇൻറ്റു 2 4. കണ്ടോ, കഴിഞ്ഞു. ഈ -6n റൈറ്റിൽ പോട്ടെ, 6n മൈനസ് 4n, 28 ലെഫ്റ്റ് വരട്ടെ, 38 മൈനസ് 28, 30 മൈനസ് 28. 2 ഈസ് ഈക്വൽ ടു 2 എന്ന് വരും, അല്ലെങ്കിൽ n ഈസ് ഈക്വൽ ടു 1 വരും. എന്തായിരുന്നു n? നമ്മൾ ആദ്യം ചെയ്തപ്പോൾ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സെൽസ് റോങ്ലി കണക്റ്റഡ് ആണ് അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു സെല്ല് തിരിച്ചിട്ടാൽ 12e മൈനസ് 2e, 2 സെൽസ് ആകുമ്പോൾ 12e മൈനസ് 2 ഇൻറ്റു 2e, 3 സെൽസ് ആകുമ്പോൾ 12e മൈനസ് 3 ഇൻറ്റു 2e. അപ്പോൾ ഈ എന്ന് പറയുന്നത് ഇവിടെ നമ്പർ ഓഫ് സെൽസ് റോങ്ലി കണക്റ്റഡ് ആണ് കേട്ടോ. അത് 1 കിട്ടി. എന്താണ് ക്വസ്റ്റ്യൻ? നമ്പർ ഓഫ് സെൽസ് റോങ്ലി കണക്റ്റഡ് തന്നെയാണ്. അപ്പോൾ ആൻസർ 1 ആയിരിക്കും. ഓപ്ഷൻ 1 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ കേട്ടോ. അപ്പോൾ എക്സാമിനേഷനുകൾക്ക് സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു കേട്ടോ. ഇനി ഈ സീരീസിലെ അടുത്ത എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.